എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് വിഷു ദിനത്തിൽ ഞാൻ എത്തിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഷിനോജിൻ്റെ വീട്ടിലാണ്. എന്താ ഷിനോജ് പുതിയ വിശേഷങ്ങളൊക്കെ? സുഖം. പിന്നെ ഇന്നിപ്പോൾ വിഷുവായിട്ട് ഷിനോജിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ സന്തോഷമായിട്ട് ഇവിടെ എത്തിയതല്ലേ. ഷിനോജിന് സന്തോഷമായോ? സന്തോഷമായി. വിഷുവായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടോ? എന്തൊക്കെ ആഘോഷങ്ങളാ വിചാരിച്ചത്? രാവിലെ എനിക്ക് കണിയുണ്ട്. കണിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് സദ്യ കഴിച്ചല്ലോ അല്ലെ. പിന്നെ ഇപ്പം പുതിയ ജോലിയിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഒരുപാട് നാളായിട്ട് ജോലിയൊന്നും അങ്ങനെ പോവല്ലായിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം എന്റെ അടുത്ത് വന്ന സമയത്ത് അതിനുശേഷം ഷിനോജിന് വല്ലാത്തൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട് അല്ലെ. അതില് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് ആളുകളായിട്ട് ഇടപഴകാൻ കഴിയുന്നില്ലേ? അന്ന് വന്ന എന്റെ ക്ലിനിക്കിൽ വന്ന സാഹചര്യം ഇത് നോക്കുമ്പോ ഒരുപാട് മാറ്റം. അന്ന് വരുന്ന സമയത്ത് എത്രത്തോളം ടാബ്ലറ്റ് കഴിച്ചിരുന്നു? ഇന്നിപ്പോ അത് എത്ര എണ്ണമായി മാറി? അതില് ഷിനോജിനും ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്, എനിക്കും ഉണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയാതെ. കാരണം അത്രയും വലിയൊരു സ്റ്റേജിൽ നിന്നാണ് ഇത്രത്തോളം ആ ഒരു സന്തോഷം ആഘോഷിക്കാനാണ് ഞാൻ ഇന്ന് ഷിനോജിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്.